പൊന്നാനി അതെ നമ്മൾ പൊന്നാനിയിൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തം സംസ്ഥാനത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇടതുപക്ഷത്തിന് ആവശ്യമായ വോട്ടുകൾ ലഭിച്ചു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പാണ്, ജയപരാജയത്തിനപ്പുറം ഒരാൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ വോട്ട് കൂടിയ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു അവസാന രൂപം അതാണ്. അത് സംഭവിച്ചു. അപ്പോൾ അതിനകത്ത് വേറെ യാതൊരു പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ ജയിച്ചവർ ജയിച്ചു, അവർ മുന്നോട്ട് പോകണ്ടേ എന്നല്ലാതെ നമുക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പിടിച്ച് കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുള്ള യാത്ര തുടരും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതുപോലെ നമ്മളെല്ലായിടത്തും നമ്മൾ വോട്ടിൻ്റെ കുറവാണല്ലോ ഈ പരാജയം എന്ന് പറയുന്നത്. ആ വോട്ടിൻ്റെ കുറവുള്ള പരാജയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വോട്ടിൻ്റെ പ്രക്രിയ അതൊക്കെ ഏത് രൂപത്തിലാണ് വന്നത് എന്ന് വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആ പരിശോധന രംഗത്തുണ്ടാകുന്ന അഭിപ്രായങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എന്തെല്ലാം നമ്മൾ അപ്രതീക്ഷിതമായ രൂപത്തിൽ പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിക്കും, ആ രൂപത്തിൽ മുന്നോട്ട് പോകും. അത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട്. ഒരുപാട് പ്രചരണങ്ങൾ, ഒരുപാട് തെറ്റായ പ്രചരണങ്ങളും അതിജീവിച്ചുകൊണ്ടടക്കം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ നുണകൾക്ക് ഇത്ര സഞ്ചരിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. സത്യത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള ആൾക്ക് എൻ്റെ പരിശോധന അതാണ്. അല്ലാതെ നമ്മൾക്ക് ജനങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ കുറവോ വികസനത്തിൻ്റെ കുറവോ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവിടെ അത് നമ്മൾ പരിശോധിച്ചതിൻ്റെ വിവരം പറഞ്ഞു തരാം. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് രീതിയുണ്ട്. ഒരു സാമാന്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായി അതെന്തെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് പിന്നീട് വഴിയെ തെളിഞ്ഞു വരുമെന്ന് ഉറപ്പാണ്. ഈ നൗഷാദിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്നലെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത് CPM വോട്ടുകൾ വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അടിയൊഴുക്കുകൾ സജീവമായി ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് നമ്മളിപ്പോൾ CPM വോട്ട് ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് CPM വോട്ട്, കോൺഗ്രസ് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസ് വോട്ടുകൾ ഇപ്പുറത്ത് വന്നു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ CPM ലീഗ് വോട്ടുകൾ എനിക്ക് കിട്ടി അല്ലെങ്കിൽ അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് പറയുന്നത് പോലെ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവന മാത്രമായിട്ടാണ് കണ്ടാൽ മതി. അതിനല്ലാതെ CPM-നകത്തോ ഇടതുപക്ഷത്തിനകത്തോ അങ്ങനെ നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും സംഭവിച്ചിട്ടുണ്ട്. ഈ പൊന്നാനിയിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട്. അതും ഞാനെന്ന് പറഞ്ഞത് ഈ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അതാത് ഒരു കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. അവർക്കൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവരെ അങ്ങനെ ഒരു ഏകീകരണത്തിന് വേണ്ടി അവരെ യാത്ര ചെയ്ത് കൊണ്ടുപോയി ഒരു ഏകീകരണത്തിൻ്റെ പാതയിൽ നിർത്തി അതൊന്നും നമുക്ക് വിസിബിളായിട്ട് ഇല്ല. അങ്ങനെ പൊന്നാനിക്ക് അങ്ങനെ ശീലമില്ല. അതുകൊണ്ട് അതൊന്നും തോന്നുന്നില്ല. അതുണ്ടായില്ല. ലീഡ് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് തന്നെ നമുക്കറിയാം. ഇപ്പോൾ പല തരത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉള്ള പുറകോട്ട് വോട്ട് നമുക്കറിയാം. അതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം 16,000 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ഓളം വോട്ടിന് UDF ലീഡുണ്ട്. മറ്റത് ഈ ന്യൂനപക്ഷം കൂടുതലുള്ള LDF-ൻ്റെ കൂടെ നിന്നിരുന്ന മണ്ഡലങ്ങളാണ് ഇപ്രാവശ്യം മാറിയിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണും? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ അതായത് പഞ്ചായത്തുകൾ ഉൾപ്പെടെ അങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ ന്യൂനപക്ഷം താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങനെ ഭൂമിശാസ്ത്രപരമായ ഒരു വിഭജനം നടത്തിക്കൊണ്ട് അത് ന്യൂനപക്ഷ മേഖലയാണെന്നും അത് ഭൂരിപക്ഷ മേഖലയെന്ന് പറയുന്നത് അങ്ങനെ രീതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലില്ല. അങ്ങനെ പറയുന്നതിനെതിരാണ്. ഈ പ്രചാരണത്തിന് വലിയ പ്രചാരണം നടന്നു. ഈ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ, പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പൂർണ്ണ രൂപത്തിൽ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ചെയ്യാവുന്ന എല്ലാ പ്രവൃത്തിയും നടത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, നമ്മൾ പല ഭാഗങ്ങളിലും
സീറ്റുകളിലെ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരാൾ വിജയിക്കുന്ന ആൾക്ക് അതിൻ്റെതായ കാരണങ്ങളും തോൽക്കുന്ന ആൾക്ക് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഈ പൊന്നാനിയെ സംബന്ധിച്ച് ഈ PM സിദ്ദീഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ചർച്ചയായി. അത്തരം വോട്ടുകൾ കൂടുതലായിട്ടും PM സിദ്ദീഖിനെ പിന്തുണയ്ക്കുന്ന വോട്ടുകളൊക്കെ UDF-ലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഒന്നും കണക്കൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഫാക്ടറി വർക്ക് ചെയ്ത് അങ്ങനെ PM സിദ്ദീഖൊന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, അങ്ങനെ ഒന്നും ഒരു സംഭവങ്ങളുണ്ടായിട്ടില്ല. അതൊക്കെ പാർട്ടിയുടെ ഒപ്പം തന്നെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചും എല്ലാ ബൂത്തുകളിലും കണക്കെടുത്ത് നോക്കി അതിനകത്ത് അത് ഏതാണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അതൊന്നും പറഞ്ഞ് അങ്ങനെ ഇതാക്കിയിട്ട് അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിപ്പോൾ നമുക്കറിയാം, വിജയിച്ച സ്ഥാനാർത്ഥി പോലും പ്രസ്താവിച്ചിട്ടുള്ളത് പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മുമ്പ് ഗുണമായിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതങ്ങനെ പറഞ്ഞു നടക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്ന എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിൽ നിന്നും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രൂപത്തിലുള്ള യാത്രക്ക് അതിൻ്റെ അനുകൂല ഘടകങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ എല്ലാ ഭാഗത്തും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിൽ കുറച്ച് വോട്ടുകൾ മാറി. സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് CPM അനുഭാവികൾ CPM പേരിൽ തന്നെ പലയിടങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും അത് ഞാൻ പറഞ്ഞില്ല, അത് എല്ലാ കാലത്തും നമുക്കറിയാം. ഇപ്പോൾ ഈ പഴയ കാലത്ത് ഈ UDF-ൽ അങ്ങനെ ചില വിഭാഗീയത ഉണ്ടെന്ന് പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായി. ഈ തന്ത്രം ഒരു പക്ഷേ എതിർ ക്യാമ്പിൽ നിന്ന് തന്നെ ഇറങ്ങിയ നോട്ടീസാണ് എന്നൊക്കെ നമുക്ക് അവസാനം പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എതിർ ക്യാമ്പിന് ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രചരണം നടത്തി 10 വോട്ട് ആ കെയർ ഓഫിൽ പാകപ്പെടുത്താണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാരും തന്നെ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാരണവശാലും ചെയ്യില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ട് കുറയുന്ന, അതായത് കഴിഞ്ഞ ടൈമിനേക്കാൾ വോട്ട് കുറയുന്ന സാഹചര്യം. കഴിഞ്ഞ ടൈമിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഭൂരിപക്ഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 16,000-ഓളം വരുന്ന ഭൂരിപക്ഷമാണ്. ഇപ്പോൾ ഭൂരിപക്ഷം കുറയുകയും ചെയ്തിട്ടുള്ളത് 13,000 ജില്ലാനായി ആവുകയാണ് ചെയ്തിട്ടുള്ളത്. CPM-ന് അതായത് LDF-ന് ലഭിച്ച വോട്ട് കുറയുന്നതിന് കാരണമായിട്ടല്ല. LDF ഞാൻ പറഞ്ഞില്ല, LDF-ന് ലഭിച്ച വോട്ടുകൾ കൃത്യമാണ്. LDF-ന് ലഭിച്ച വോട്ടുകൾ കൃത്യമാണ്. അത് ഭൂരിപക്ഷത്തിന് ആവശ്യമായ വോട്ടുകൾ UDF-ന് വന്നത് അത് ഏത് കാരണത്താലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. LDF-ന്റെ വോട്ട് നമുക്ക് ഭദ്രമാണ്. ഇപ്പോൾ ഈ BDS ആണ് മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ടൈമിനേക്കാൾ വോട്ട് കൂടുന്ന സാഹചര്യമാണ് അവരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അപ്പോൾ UDF-ലേക്ക് പോയ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണെന്ന് പരക്കെ ഒരു അല്ല, അതായത് ഭൂരിപക്ഷം എന്ന ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ആ കണക്കിന് അകത്ത് ഏത് തരത്തിലുള്ള അച്ചും വേണമെങ്കിൽ നിരത്തി വയ്ക്കാം. അത് ഓരോരുത്തർ ഓപ്ഷൻസാണ്, ഓരോന്ന് ഏത് വേണം. അതുകൊണ്ട് തന്നെ അതൊക്കെ തരം കണക്കിലെ കളിയും കണക്കിലെ വർത്തമാനങ്ങളുമാണ്. അതിലൊന്നും ഇപ്പോൾ പിറകെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് 2 ദിവസം കുറച്ച് നല്ല വാക്കുകളൊക്കെ പറയും, അപ്പോൾ ആൾക്കാരങ്ങനെ കുറച്ച് ചിന്തിക്കും. നമ്മളെ സംബന്ധിച്ചോളം പൊന്നാനി ഇടതുപക്ഷത്തിൻ്റെ നല്ല ഭദ്രമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് നല്ല വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് കൂടുതലാണ്. അദ്ദേഹം അതിന് ആ നിലക്ക് വിജയിയായിരിക്കുകയാണ്. ആ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ആശംസകളടക്കം നേരുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പൊന്നാനിയുടെ മുന്നോട്ട് പോക്കിന് എല്ലാ അർത്ഥത്തിലും ഏത് ഗവൺമെൻറ് വന്നാലും പൊന്നാനി വളരെയധികം നമുക്ക് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ തുടർച്ച വിജയിച്ച സ്ഥാനാർത്ഥി വിജയിച്ച ഇപ്പം നിലവിലുള്ള MLA ആയാലും നിയുക്ത MLA അത് മുന്നോട്ട് കൊണ്ടുപോയി പോകണം. അത് ഇടതുപക്ഷം എന്ന രൂപത്തിൽ എന്ത് ചെയ്യും, നന്നായി അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ ഡിമാൻഡുകളും വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. പൊന്നാനി ഒരു ജയിച്ചുകൊണ്ട് മാത്രമേ ഒരു MLA എന്നുള്ള നിലക്ക് മാത്രമല്ല പൊന്നാനി കൂടെ നിൽക്കുക. പൊന്നാനിയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും നിന്നുകൊണ്ട് തന്നെയാണ് പൊന്നാനിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് തുടരും. അല്ലാണ്ട് ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ടുള്ള പ്രക്രിയ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം തന്നെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിജയിച്ച നിയുക്ത MLA-ക്ക് ആശംസകൾ അർപ്പിക്കുന്നു.
എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.